ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമുക്ക് ഒരു പുതിയ കഥ കേൾക്കാം. ഒരു പുതിയ കഥാകാരിയിൽ നിന്നൊരു പുതിയ കഥ കേൾക്കാം. അപ്പൊ ഇന്നത്തെ കഥാകാരിയെ പരിചയപ്പെടുത്താൻ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ ജോഷി സാറിനെ ക്ഷണിക്കുകയാണ്. ജോഷി സാർ, യു ആർ വെൽക്കം. ഏറെ ബഹുമാന്യനായ സാബു സാർ, ഇന്നത്തെ കഥ അവതരിപ്പിക്കുന്നതിനായി എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി പ്രിയപ്പെട്ട സലീജ വിനോദ്, മറ്റ് സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഓണത്തിന് 2024 അല്ലെങ്കിൽ 1200 ആണ്ട് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് തൊട്ടു മുമ്പുള്ള ഒരു ഓണ വിഭവമാണ് നമുക്കിന്ന് ലഭ്യമാകുന്നത്. ഈ ഓണത്തിന്റെ തൊട്ടു മുമ്പുള്ള ഈ നാളിൽ എല്ലാവർക്കും ഞാനും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുകയാണ്. ഇന്നത്തെ കഥ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട കലാകാരി പേര് സലിജ വിനോദ് എന്നാണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ സ്വദേശിനിയാണ്. ഒരുപാട് തരത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് സലിജയുടേത്. ഏതാനും വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഈ കൊറോണ കാലം നമ്മളുടെ ഈ പുതിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പ്രത്യക്ഷപ്പെടുന്ന കാലം മുതൽ നിങ്ങൾ പരിചയമുണ്ട്. അപ്പോൾ ഓരോ തവണയും ഈ പ്രിയപ്പെട്ട സലിജ ടീച്ചറിന്റെ കഴിവുകൾ, വ്യത്യസ്തങ്ങളായ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. MSc സൈക്കോളജിയും MA ഫിലോസഫിയും BEdും സെറ്റും ഒക്കെ അക്കാഡമിക്കലായിട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ്, യഥാർത്ഥത്തിൽ ടീച്ചിങ് തന്നെയാണ്, നടത്തിക്കൊണ്ടാണ് ഈ കാലയളവിൽ ഔദ്യോഗിക ജീവിതം നയിക്കുന്നത്. കൂടാതെ കൗൺസിലറാണ്, ഒരു വോളണ്ടിയർ ആയിട്ട് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിലെ അങ്ങനെ ഒരു തസ്തിക വഹിക്കുന്നുണ്ട്. നല്ലൊരു വായനക്കാരിയാണ്, അത്യാവശ്യം എഴുതുന്നയാളാണ്. അതുകൊണ്ട് തന്നെ സമീപ വായനശാലയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഭർത്താവ് വിനോദ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ മലപ്പുറത്ത് ജോലി ചെയ്യുന്നു. 2 മക്കളുണ്ട്. 2 പേരും പഠിക്കുന്നു. ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാള് +2-നുമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട ടീച്ചറിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഇത് ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ. പക്ഷെ ഇതിനേക്കാൾ അധികം ടീച്ചറോട് സംസാരിക്കുമ്പോൾ, അടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ മികവ് ആ വ്യക്തിത്വത്തില് കാണുവാൻ സാധിക്കും. അതിലൊരു മഹാമികവാണ് നമ്മള് ഈ ദിനം കേൾക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഒരു കൊച്ചു കവിത എഴുതാറുണ്ട്, എല്ലാ ദിവസവും. അതാണ് പ്രഭാതത്തിലെ ഒരു പ്രഭാത സന്ദേശം പോലെ ആ ദിനത്തിന്റെ സന്ദേശമായിട്ടോ ടീച്ചറിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കലാപരിപാടി. ടോട്സിലൊക്കെ ഉള്ളവർക്ക് ഒരു പക്ഷെ അറിയാം. ഇന്ന് രാവിലെയും ഒരു ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു. ഞാനും അത് കേൾക്കുകയുണ്ടായി.
അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്താ അതിഥിയൊന്നും അല്ല യഥാർത്ഥത്തില്. ഇതിനു മുമ്പ് ടീച്ചർ ഇതിൻ്റെ അകത്ത് പരിപാടിയിലൊക്കെ പിന്നെ അവതരിപ്പിക്കാനല്ല, കേൾവിക്കാരിയായിട്ട് ഇതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗം തന്നെയാണ്. എങ്കിലും ഔദ്യോഗികമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു 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 പിന്നെ നടനം നടക്കുക. എല്ലാവിധ ഭാവുകങ്ങളും മാറ്റിനി വെബിനാറിലെ ഈ ആളുകളെല്ലാവരും എല്ലാ ചൊവ്വാഴ്ചയും ഈ പറയുന്ന കഥ കേൾക്കുന്നവരാണ്. ആദ്യത്തെ സമയം ടീച്ചറെ കഥ അവതരിപ്പിക്കും. ശേഷം എല്ലാവരും ചേർന്ന് ആ കഥയെ ചർച്ച ചെയ്ത് കുറെ കൂടി വലിപ്പമുള്ളതാക്കി മാറ്റും. നമുക്ക് ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കാം. എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവരുടെ പേരിലുള്ള സ്വാഗതവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോഷി സാർ. എന്നെ ഒരുപാട് മനോഹരമായ വാക്കുകളിൽ സാർ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കഥ പറയാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കിയതാണ്. രാവിലെ ഒരു സെഷൻ ഉണ്ട്, വരാൻ ബുദ്ധിമുട്ടാണ് സാർ, വേറെ ആരെങ്കിലും വിളിച്ചോളൂ. പിന്നെയും മടി പറയാൻ വിഷമമായിട്ട് പിന്നെയും പറഞ്ഞു വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ വരാം. എന്നിട്ടും സാറ് പിടിവിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഈ സെഷനില് സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇടയ്ക്ക് വരാറുള്ളതാണ്. പിന്നെ അതുപോലെ സാബു സാറിന്റെ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ വർക്ക്ഷോപ്പിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് വരുന്നു. സാറിനെയും പരിചയമുണ്ട്. അപ്പോ ജോഷി സാറിന് എന്തായാലും ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു അവസരം തന്നതിന്. അതുപോലെ സാബു സാറിനും ഒരുപാട് നന്ദി. ഞാൻ ഏത് കഥ എടുക്കണം എന്നൊക്കെ വല്ലാതെ ആശങ്കയായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെയാണ് ഇത് നോക്കിയത്. ഒരു കഥ നോക്കിയപ്പോഴേ അത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് തോന്നി. കാരണം സ്കൂളും ആ ഒരു പരിസരം ഉണ്ടായ ഒരു കഥ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സെലക്ട് ചെയ്യുകയായിരുന്നു. അപ്പോ എല്ലാവരെയും ഇവിടെ എത്തിയിട്ടുള്ള ഇനി എത്തുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഈ സെഷനിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥയുടെ പേര് കുറിക്കണ്ണൻ കാട്ടുപുള്ള്. എഴുതിയിട്ടുള്ളത് അർഷാദ് ബത്തേരി. നമ്മൾ കേട്ടിട്ടുള്ള പേരായിരിക്കും ഈ ഒരു കഥാകാരൻ്റെത്. അപ്പോ കഥയിലേക്ക് കടക്കാം നമുക്ക്. കുറിക്കണ്ണൻ കാട്ടുപുള്ള്. ഒടിഞ്ഞു നുറുങ്ങിയ പക്ഷിത്തൂവൽ കാറ്റിനൊപ്പം സ്റ്റാഫ് റൂമിന്റെ വാതിൽ ചുവട്ടിലേക്ക് വന്നു. വരാന്തയിൽ നിന്ന് അകത്തേക്ക് കടക്കാനായി മുതിർന്ന സേവ്യർ മാഷിന്റെ കാഴ്ചയിൽ കുരുങ്ങിയതും പതുക്കെ അതെടുത്തു. തൂവലിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന പൊടിയെ ഊതി അകറ്റി ഇരിപ്പിടത്തിലേക്ക് നീങ്ങി. മേശപ്പുറത്ത് ഭൂമിയെ അളന്നെടുത്ത് കറങ്ങുന്ന ഭൂഗോളത്തിനടുത്ത് കൊണ്ടുവച്ചു. മാഷേ, ഇന്ന് തൂവലാണല്ലോ കിട്ടിയത്. ആർക്കും വേണ്ടാത്ത ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് മാഷെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതൊക്കെ എന്തിനാ? മറ്റുള്ളവരുടെ കണ്ണിൽ ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്നതെല്ലാം കരുതലോടെ, ചിലത് കൊതിയോടെ എടുത്തു വെക്കുന്ന സേവ്യർ മാഷിനെ കുറിച്ച് സ്റ്റാഫ് റൂമിൽ ഇടയ്ക്കിടെ ചിരി കലർന്ന ചർച്ചകൾ പൊങ്ങി വരാറുണ്ട്. സേവ്യർ മാഷ് ഭൂഗോളത്തിൽ തൊട്ടു. പതിയെ അതൊന്ന് കറങ്ങി. കീഴെ ചലനമറ്റ് കിടക്കുന്ന തൂവലിൽ വിരൽ വെച്ചു. ഒന്നാം ഇന്റർവെല്ലിന്റെ ഒഴിവു നേരം നോക്കി സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്ന സാരി വിൽപ്പനക്കാരന്റെ ചുറ്റിനും 4 പേരടങ്ങുന്ന ടീച്ചർ സംഘം നിറം നോക്കിയും വില പേശിയും കൊതിയോടെ ഈച്ചകളെപ്പോലെ ചലിക്കുന്നു. സ്റ്റാഫ് റൂമിന്റെ അറ്റത്ത് നീളൻ ജനാലയ്ക്കരികിൽ ഇരിക്കുന്ന സോമശേഖരൻ മാഷിന്റെ മേശപ്പുറത്ത് പുസ്തക വിൽപ്പനക്കാരൻ മുസ്തഫ പുസ്തകങ്ങൾ നിരത്തുന്നു. സോമശേഖരൻ മാഷ് പുസ്തകങ്ങൾ ഓരോന്നായി എടുത്തു നോക്കുന്നു, തിരികെ വെക്കുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. വീണ്ടും പുസ്തകങ്ങൾ എടുക്കുന്നു. ആ മേശക്കരികിലേക്ക് ആരും അടുക്കുന്നില്ല. 3 or 4 പുസ്തകങ്ങൾ എടുത്ത ശേഷം സോമശേഖരൻ മാഷ് തല ഉയർത്തി മുസ്തഫയെ നോക്കി. ഇത്രയും മതി. മുസ്തഫ ബാക്കി വന്ന പുസ്തകങ്ങൾ എടുത്ത് തിരികെ ബാഗിലേക്ക് വെക്കാൻ ആരംഭിച്ചു. എടുത്തു വെക്കല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. ഓടി എടുത്ത് ധന്യ ടീച്ചർ ആർത്തിയോടെ പുസ്തകങ്ങൾ എടുത്തു.
പുതുതായി ജോലിയിൽ പ്രവേശിച്ച അവർ ഇഷ്ടപ്പെട്ടത് മാറ്റിവെക്കുന്നു. ടീച്ചർ വായിക്കുന്ന കൂട്ടത്തിലാണല്ലേ? സോമശേഖരൻ മാഷിന്റെ കനത്ത ശബ്ദം ചെറുതായിട്ട്. മലയാളം ടീച്ചറാണോ? മുസ്തഫ ചോദിച്ചു. അല്ല, കെമിസ്ട്രിയാ. ടീച്ചർ നല്ലൊരു എഴുത്തുകാരിയാണേ. തൊട്ടപ്പുറത്തിരിക്കുന്ന ദീപക് മാഷിന്റെ വിളിച്ചറിയിക്കൽ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുരുങ്ങിപ്പോയ സഫിയ ടീച്ചറുടെ തല കൊക്കിനെ പോലെ ഉയർന്നു താഴ്ന്നു. എഴുത്തുകാരിയാണോ? മുസ്തഫയുടെ കണ്ണുകൾ വിടർന്നു. അയ്യോ ഇല്ല, ഉണ്ട്. ടീച്ചറുടെ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം. ദീപക് മാഷ് വിടുന്നില്ല. ഓ, പലപ്പോഴും എന്തെങ്കിലും കുറിച്ചിടുന്നതാണ്, വലിയ കാര്യമൊന്നുമില്ല. ഫേസ്ബുക്കിന്റെ ചുഴികളിൽ ചുരുണ്ടുപോയ സുരേഷ് മാഷ് ടൂറിന് പോയപ്പോൾ കഴിച്ച ഭക്ഷണങ്ങളുടെ ഫോട്ടോ ഇടുന്നതിനിടയിൽ നിസ്സാരമായൊരു നോട്ടം ധന്യ ടീച്ചറുടെ നേരേക്ക് എറിഞ്ഞു. ധന്യ ടീച്ചർ പുസ്തകങ്ങൾ എടുത്ത് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് നീങ്ങി. പൈസ വാങ്ങിക്കാനായി മുസ്തഫ പുറകെ ചെന്നു. ധന്യ ടീച്ചർ പേഴ്സിൽ പൈസ എടുത്ത് മുസ്തഫയ്ക്ക് നൽകി. ഈ പുസ്തക വിൽപ്പന തന്നെയാണോ ജോലി? അതെ. കുടുംബം? ഭാര്യയും 2 മക്കളും. മൂത്തവൻ എഞ്ചിനീയർ ആണ്, രണ്ടാമത്തെ ഫിസിയോതെറാപ്പിസ്റ്റ്. മുസ്തഫ യാത്ര പറഞ്ഞു. പുറത്തേക്കിറങ്ങി. ധന്യ ടീച്ചർ അരിമയോടെ പുസ്തകങ്ങളെ നോക്കുന്നു. കണ്ണുകൾ അടച്ച് മണം പിടിക്കുന്നു. 3 പുസ്തകങ്ങൾ ബാഗിലേക്ക് എടുത്തു വെച്ചു. ബാക്കിയുള്ളത് മേശ തുറന്ന് ഭദ്രമായി വെക്കുന്നു. ഒരു മിനിറ്റ്. ബാറ്ററി ലോ ആയതാണ്, നോക്കിണ്ടായിരുന്നില്ല, സോറി. സേവ്യർ മാഷിന് നോട്ടം എടുക്കാനായില്ല. ധന്യ ടീച്ചറുടെ ഇടം കണ്ണിൽ സേവ്യർ മാഷ് തെളിഞ്ഞു. മാഷിനെ ഇങ്ങനെ നോക്കണത്? ഏയ്, ടീച്ചറ് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ നോക്കിയിരുന്നു പോയി. എനിക്ക് പുസ്തകങ്ങളെ വലിയ ഇഷ്ടമാണ്. ചില നേരത്ത് മനുഷ്യരെക്കാൾ ആശ്വാസം തരും ഈ പുസ്തകങ്ങള്. ടീച്ചറെ, ഈ ഇരിക്കുന്ന സേവ്യർ മാഷാണ് നമ്മുടെ കലോത്സവം തൊട്ട് സകലതിന്റെയും ആശാൻ. ശരിക്കും ഒന്ന് പരിചയപ്പെട്ടോളൂ. ദീപക് മാഷിന്റെ പറച്ചിലിൽ സേവ്യർ മാഷ് തളിർത്തു. കൈകളിൽ രോമങ്ങൾ ഉണർന്നു. 16 വർഷമായിരിക്കുന്ന കസേരയിലേക്ക് സേവ്യർ മാഷ് ചാഞ്ഞു. ഊട്ടുപുരയിലും സ്റ്റേജുകളുടെ പിന്നിലും മത്സരമുറകൾ ആഘോഷിച്ചും നിർദ്ദേശങ്ങളുടെ ചൂണ്ടുവിരലുകളുമായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം കഴിയുമ്പോഴേക്കും മാഷ് തളരും. പോക്കറ്റിലെ പൈസ പോലും ശൂന്യമാകും. കുട്ടികൾ തുറന്നു വിടുന്ന ഭാവനയുടെ വിസ്മയങ്ങൾ സേവ്യർ മാഷിനെ ഉന്മാദമാക്കും. വീട് പോലും മറന്നുപോകും. വിജയിക്കുന്നവരെ അഭിനന്ദിക്കുകയും ചെയ്യും. പരാജയപ്പെടുന്ന കുട്ടികൾക്കരികിൽ ചെന്ന് ചേർത്തൊരു പിടുത്തമുണ്ട്. അടുത്ത വർഷത്തെ വിജയത്തിനായുള്ള തോൽവിയാണിതെന്ന ഒരു പറച്ചിലും. മാഷേ, സാഹിത്യ മത്സരങ്ങൾക്കൊക്കെ എന്നെയും കൂട്ടണേ. ധന്യ ടീച്ചറുടെ ഇഷ്ടമേറിയ ആഗ്രഹത്തെ സേവ്യർ മാഷ് തലയാട്ടി സമ്മതിച്ചു. ടീച്ചറെ, കലോത്സവവും കായികമേളയും വരുമ്പോൾ ഞാൻ മാഷിന്റെ കൂടെയാണ് നിൽക്കാറ്. സേവ്യർ മാഷിന് ഇതൊന്നും നേരം പോക്കല്ല. ഇവിടെ പലരും ഒരു ചടങ്ങ് പോലെയാണ് അതിനെയെല്ലാം കാണാറ്. മാഷിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചെറുപ്പമാകും. സുജാത ടീച്ചറുടെ ആവേശം തുളുമ്പി. സാഹിത്യ മത്സരങ്ങളൊക്കെ ഇനി ധന്യ ടീച്ചർ നോക്കട്ടെ. സുജാത ടീച്ചർ പതിവ് പോലെ ജഡ്ജസിനെയും വേദികളെയും ചുറ്റിപ്പറ്റി അങ്ങ് നിന്നാൽ മതി. സേവ്യർ മാഷിന്റെ മുഖം തുടുത്തു. നടു നിവർന്നു. വിരലുകൾ മേശപ്പുറത്ത് താളം പിടിച്ചു. സേവ്യർ മാഷേ, ഇത് നിങ്ങളുടെ അവസാനത്തെ കലോത്സവമാണ്. ഇനി 40-45 ദിവസമേ മാഷിനുള്ളൂ. അരിഞ്ഞു വീഴ്ത്തുന്ന വിജയൻ മാഷിന്റെ ആ പറച്ചിലിൽ സ്റ്റാഫ് റൂം അനക്കം നഷ്ടപ്പെട്ട കപ്പൽ പോലെ നിൽക്കുന്നു. സേവ്യർ മാഷിന്റെ മുഖത്തെ തുടുപ്പ് പറ്റി.
സുജാത ടീച്ചർ കണ്ണടയൂരി രൂക്ഷമായൊരു നോട്ടത്താൽ വിജയൻ മാഷിന്റെ ചിരിച്ച മുഖത്തെ എറിഞ്ഞുടച്ചു. എല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണത്? സേവിയർ മാഷ് റിട്ടയർ ആവാൻ പോവല്ലേ? അത് മൂപ്പർക്കും അറിയാലോ. ബെൽ മുഴങ്ങി. ഓരോരുത്തരായി ക്ലാസ് മുറിയിലേക്ക് നീങ്ങുന്നു. സേവിയർ മാഷിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. സ്റ്റാഫ് റൂമിൽ സേവിയർ മാഷ് മാത്രം. ഒഴിഞ്ഞു കിടക്കുന്ന മേശയും കസേരകളും, ഓരോ ഇരിപ്പിടങ്ങളിലെ മുഖങ്ങളും കൂട്ടം ചേർന്ന വർത്തമാനങ്ങളും ചങ്കിൽ തറയ്ക്കുന്നു. പതിയെ എഴുന്നേറ്റു. പക്ഷിത്തൂവലെടുത്ത് ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഒഴിവുനേരത്ത് ബഹളത്തിന് ശേഷം കുട്ടികൾ ഒഴിഞ്ഞിട്ട ശൂന്യമായ നീണ്ട വരാന്തയിലൂടെ നടക്കുമ്പോൾ അപരിചിതമായ വഴിയിൽപ്പെട്ടതുപോലെ സേവിയർ മാഷിന് നടത്തം ഇടറി. ക്ലാസ് മുറിയിലേക്ക് കയറി. മുഴുവൻ കുട്ടികളുടെയും നോട്ടമിഴിഞ്ഞു. മേശയിലേക്ക് ചാരി ഇരുന്നുള്ള ആ നിൽപ്പ് കാണെ കുട്ടികൾ വല്ലാതായി. മാഷേ, കുട്ടികളിൽ ഒരുവൻ വിളിച്ചു. ഇതെന്ത് നിൽപ്പാ മാഷേ? അവന്റെ വലിച്ചുവിട്ട ശബ്ദത്തിലേക്ക് അത്രയും നേരത്തെ പിടുത്തത്തെ സേവിയർ മാഷ് സ്വയം കുടഞ്ഞിട്ടു. മേശപ്പുറത്ത് കിടക്കുന്ന പാഠപുസ്തകം എടുത്തെങ്കിലും തുടക്കം കുറിക്കാനാവാതെ ആദ്യമായി പതറി. പാടുപെട്ടൊരു ചിരി മുഖത്ത് വരുത്തി. കുട്ടികളെ നോക്കും തോറും കണ്ണുകൾ നിറയുന്നു. മുഖങ്ങളെല്ലാം കലങ്ങി മങ്ങുന്നു. മാഷ് തിരിഞ്ഞു നിന്ന് ബ്ലാക്ക് ബോർഡിന്റെ അടുത്തേക്ക് നീങ്ങി. കണ്ണുനീർ ക്ലാസ് റൂമിലേക്ക് ഉറ്റി വീണു. പാതി സമയത്തോളം ക്ലാസ് എടുത്തു. കുട്ടികളോട് വായിക്കാൻ പറഞ്ഞുകൊണ്ട് സേവിയർ മാഷ് പുറത്തേക്ക് ഇറങ്ങി. മുന്നിലേക്ക് എത്തിയ ജോസ് മാഷ് കയ്യിൽ പിടിമുറുക്കി. മാഷേ, നിങ്ങളെ ചടങ്ങിന് പ്രമുഖരെയാണല്ലോ നോക്കുന്നത്. ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ. എന്നാലും നിങ്ങളില്ലാതാവുമ്പോൾ ആ കസേരയിലേക്ക് നോക്കാനാവില്ല. ഇന്നു നീ, നാളെ ഞാൻ, അല്ലേ മാഷേ? റിട്ടയർ ആവാനാകുമ്പോൾ ഉരുക്കിയെടുത്തെറിയുന്ന സ്നേഹം സഹിക്കാനാവില്ല. ജോസ് മാഷിന്റെ പിടുത്തം കുടഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു നടന്നു. ഉച്ചവെയിലിന്റെ പൊള്ളിപ്പഴുക്കൽ അവസാനിച്ചു. മേരിയുടെ കണ്ണുകൾ ഉറക്കത്തിന്റെ അരികു പറ്റി മങ്ങിപ്പോയ ബോധത്തോടൊപ്പം തല താഴ്ന്നും ഉയർന്നുമുള്ള സമയത്തെ കൈവിട്ട ഉറക്കം തൂങ്ങൽ. ഏതോ നേരത്തെ ഞെട്ടിയപ്പോൾ തല കുടഞ്ഞു. കെട്ടി ചുമരിലെ ക്ലോക്കിലെ സമയത്തെ ഉച്ചരിച്ചു. ദൈവമേ, മണി 4 ആയോ? മേരി ഇരുത്തം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. സേവിയർ മാഷ് സ്കൂൾ വിട്ട് വരുന്നത് വരെ മേരിക്ക് ഒന്നും ചെയ്യാനില്ല. പൈപ്പിലെ വെള്ളമെടുത്ത് മുഖമൊഴിഞ്ഞു. അടുക്കളവാതിൽ തുറന്നു. വീടിന്റെ പുറകുവശത്തെ മുറ്റത്തേക്കിറങ്ങി. പഴയ അലക്കുകല്ലിനപ്പുറം ഉപേക്ഷിച്ചതുപോലെ കൊണ്ടിട്ട പഴക്കം വന്ന മരക്കസേരയിലേക്ക് ഇരുന്നു. മഴയും വെയിലും കൊണ്ട് നരച്ചുപോയ കസേരയിൽ തുടർച്ചയായി 9ാം ദിവസമാണ് ഇതേ ഇരിപ്പ് തുടരുന്നത്. അല്പം അകലെയായി നിൽക്കുന്ന പ്ലാവിന്റെ ഉണക്കം പിടിച്ചു വരുന്ന കൊമ്പിൽ വിരുന്നു വരുന്ന പക്ഷി ഇന്ന് വരുമെന്ന പ്രതീക്ഷയെ വിരിച്ചിട്ടു. ആദ്യത്തെ 2 ദിവസവും വെറും കാഴ്ചയിലൊതുങ്ങിയ നോട്ടം. 3ാം ദിവസവും പിന്നീടും തന്നിലേക്ക് വന്നിട്ട് അടിയുന്നത് പോലെ മേരി വിശ്വസിച്ചു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു. പക്ഷി പാറി വന്നു. മേരിക്ക് കാണാൻ പാകത്തിന് കൊമ്പിന്റെ പള്ളയിൽ ഇരുന്നു. സ്നേഹച്ചുരത്തലിൽ മേരി എഴുന്നേറ്റ് കൈപൊക്കി ചിരിച്ചു. അതിന്റെ കുഞ്ഞിക്കണ്ണിൽ മേരി നിറയുന്നു. മേരി കസേരയിലേക്ക് തന്നെ ഇരുന്നിട്ട് പക്ഷിയിലേക്ക് മാത്രമായി നോട്ടത്തെ ചേർത്ത് വെക്കുന്നു. ഭയമില്ലാതെ, മറ്റൊരു വൃക്ഷത്തിലേക്കും പറന്നു പോകാതെ ധ്യാനാത്മകമായി ഇരിക്കുന്ന പക്ഷിയിലൂടെ ഉച്ചയ്ക്ക് ശേഷമുള്ള വലിഞ്ഞു നീളുന്ന സമയത്തെ മേരിക്ക് തുടച്ചു നീക്കാൻ കഴിയുന്നു. വലിയ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ ചെറിയ ചില ഇഷ്ടങ്ങളിലൂടെ ആഹ്ലാദങ്ങളെ പുണരാൻ കഴിയുമെന്ന് മേരി അനുഭവിക്കുകയാണ്. ലിപിയില്ലാത്ത ഭാഷയിലൂടെ, ചിരിയിലൂടെ, കൈകളുടെ ഉയർന്നു താഴുന്ന താളത്തിലൂടെ ആ ഇഷ്ടം പട്ടം പോലെ പറക്കുന്നു. ഉച്ചയൂണിന്റെ ഒഴിവു നേരം. സുജാത ടീച്ചർ മാഷിന്റെ മേശക്കരികിലെത്തി. മാഷെ, ക്വിസ് കോമ്പറ്റീഷനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കിയോ? ഇനി 3 ദിവസമേ ഉള്ളൂ. LP-കാർക്ക് രാവിലെയും UP-കാർക്ക് ഉച്ചയും ആക്കാം അല്ലേ? ഇതെന്താ മാഷെ ഉഷാറില്ലാത്തത്? നിങ്ങളല്ലേ ഞങ്ങളുടെ ഊർജം. സുജാത ടീച്ചർ ചിരിച്ചു.
ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം പാട്ടുപാടിയും പറഞ്ഞും സ്കൂളിൽ പറന്നു നടക്കുന്ന സുജാത ടീച്ചർ മനസ്സിലുള്ള കുഞ്ഞിനെ ഉടഞ്ഞു പോകാതെ പോറ്റുന്നത് കൊണ്ടാണ് എപ്പോഴും നിഷ്കളങ്കമായ സ്വപ്നങ്ങളെ കുറിച്ച് പറയാനും കൗതുകങ്ങളെ കുറിച്ച് വാചാലമാകാനും കഴിയുന്നത് എന്നും നമ്മൾ എത്ര വളർന്നാലും ഒരിക്കലും വളരാത്ത ഒരു കുഞ്ഞിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചാലേ കരുണയും തെളിഞ്ഞ സ്നേഹവും ഒപ്പം ഉണ്ടാവൂ എന്നും സേവ്യർ മാഷ് ക്ലാസ് മുറികളിൽ ആവർത്തിച്ചു പറയാറുണ്ട്. സേവ്യർ മാഷ് ക്വിസ് മത്സര ചോദ്യങ്ങൾ എഴുതിയ പേപ്പർ മേശപ്പുറത്ത് വെച്ചു. 2 ദിവസം കഴിഞ്ഞാൽ ആരംഭിക്കുന്ന മത്സരങ്ങളുടെ തിരക്കുകളിലേക്ക് മനസ്സെടുത്തു. മാഷിന്റെ മുഖം തുടുത്തു. നമുക്ക് 2 ഭാഗത്തായി കുട്ടികളെ ഇരുത്താം. ടീച്ചറെ പ്യൂണിനോട് മൈക്ക് ചെക്ക് ചെയ്യാൻ പറയണേ. സേവ്യർ മാഷ് ഉത്സാഹത്തിന്റെ കൊടികൾ ഉയർത്തി. കണക്ക് മാഷും ബയോളജിയുടെ സുന്ദരൻ മാഷും കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, സേവ്യർ മാഷിന്റെ യാത്രയപ്പിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. വ്യക്തിപരമായി ഉപഹാരങ്ങൾ കൊടുക്കാനുള്ളവർ നേരത്തെ അറിയിക്കണേ. സുന്ദരൻ മാഷേ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഓ, നമ്മുടെ സ്കൂളിന്റെ താരമല്ലേ ഈ പോകുന്നത്, മോശമാക്കാൻ പാടില്ലല്ലോ. ഇതുപോലൊരാളെ ഇനി നമുക്ക് കിട്ടുമോ? മുഖച്ച് പുറത്ത് ചാടിക്കാനുള്ള തിടുക്കം ചുറ്റിലും പരക്കുന്നു. മാഷ് തളർന്നു, തല താഴ്ന്നു. ദേശീയഗാനം അവസാനിച്ചതും പൊട്ടിത്തെറിക്കുന്ന ബലൂണിനുള്ളിലെ ജലത്തുള്ളികൾ പോലെ കുട്ടികൾ വീട്ടിലേക്ക് പാഞ്ഞു. കൂട്ടം തെറ്റിയും ഓടിയും പോകുന്ന കുട്ടികൾക്കൊപ്പം സേവ്യർ മാഷും മൺറോഡിലെത്തി. ഹോണടിച്ചു വന്ന PT അംഗത്തിന്റെ ഇന്നോവ കാർ മാഷിനരികിലേക്ക് വന്ന് ബ്രേക്ക് ഇട്ടു. മാഷേ, നിങ്ങളുടെ കാലം കഴിയാണല്ലേ. നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ബ്രോഷർ കണ്ടു. സോറി മാഷേ, ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഒന്നും തോന്നരുതേ, ഞങ്ങള് നേരത്തെ ഒരു യാത്ര തീരുമാനിച്ചു പോയി. കാലം കഴിയുകയോ? മാഷ് അത് മാത്രം തിരിച്ചു ചോദിച്ചു. മുന്നോട്ട് നടന്നു. കുട്ടികളെല്ലാം ദൂരെ എത്തിയിരിക്കുന്നു. അവരോടൊപ്പം എത്താനുള്ള ആവേശം ഊർന്നു വീണു. കുറച്ചു നേരം അനങ്ങാതെ നിന്നു. വഴിയുടെ അറ്റത്ത് നിന്ന് 2ആയി തിരിയുന്ന വളവിലെ ഇടത്ത് ഭാഗത്തേക്ക് കുട്ടികളുടെ അവസാന കൂട്ടവും നടന്നു മറഞ്ഞു. വിഴുങ്ങാൻ എന്ന പോലെ നിൽക്കുന്ന വീട്ടിലേക്ക് അദ്ദേഹം കയറി. വലിയ വീടിനുള്ളിലെ നിശബ്ദത മുമ്പൊരിക്കലും ഇല്ലാത്തതുപോലെ സേവ്യർ മാഷിനെ മുറുക്കി. അലക്കിയ തുണികൾ വിരിച്ചിടാനായി 2ആം നിലയിലേക്ക് പോകുന്ന മേരി മാഷിനെ കണ്ടതും വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഓടിക്കയറി. വീടിന്റെ 2ആം നില അലക്കിയത് ഉണക്കാനും മൗനം കെട്ടിക്കിടക്കുന്ന ശവപ്പുറമ്പുമായിട്ടുണ്ട്. സേവ്യർ മാഷിന്റെ ഫോൺ ബെല്ലടിച്ചു. ഹലോ മാഷേ, ഞാനാണ് KPR മാഷ്. പിരിഞ്ഞു പോകുന്ന ദിവസം ഞാൻ മാഷെ കുറിച്ച് എഴുതിയ കവിത ചൊല്ലുന്നുണ്ട്. ഞാൻ തന്നെ എഴുതിയതാണ്. അത് വാട്സാപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, നോക്കണേ. അരിശത്തോടെ ഫോൺ കസേരയിലേക്ക് ഇട്ടു. ഉറങ്ങാൻ കിടന്ന നേരം മാഷ് മേരിക്ക് മുഖം കൊടുത്ത് ചെരിഞ്ഞു കിടന്നു. അവരുടെ കണ്ണുകളിൽ ഉറക്കം ഊറിക്കൂടിയതേയില്ല. മേരി, എബിയെ കാനഡയിലേക്ക് പറഞ്ഞു വിടണമായിരുന്നോ? എല്ലാ കോഴ്സുകളും നമ്മുടെ നാട്ടിലില്ലേ? അയൽക്കാരൊക്കെ മക്കളെ വിദേശത്തേക്ക് പറഞ്ഞു അയച്ചപ്പോൾ നീയും അത് സമ്മതിച്ചു കൊടുത്തു. മേരിക്ക് തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. മേരി മലർന്നു കിടന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. മേരി, ഇത്രയും വലിയ വീട് നമുക്ക് വേണമായിരുന്നോ? ഞാനിന്ന് ക്ലാസ്സിൽ കുട്ടികളോട് പറയുകയായിരുന്നു, മക്കളെ, നിങ്ങൾ മുതിർന്നവരാകുമ്പോൾ വലിയ വീടുകൾ ഉണ്ടാക്കാൻ മത്സരിക്കരുതേ എന്ന്. എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുതേ എന്ന്. പിരിഞ്ഞു പോരാൻ ദിനങ്ങൾ എണ്ണുന്ന മാഷിന്റെ വിചാരങ്ങളിൽ പിണഞ്ഞു കിടക്കുന്ന അസ്വസ്ഥതകൾ ഓരോന്നായി മേരിയിലേക്ക് തുളച്ചു കയറുമ്പോൾ കുറ്റബോധം മേരിയെ പൂച്ച നഖം പോലെ മാന്തി. പറ്റിപ്പോയി മാഷേ. ലോൺ എടുത്തും വീതം കിട്ടിയത് വിറ്റും ഇത്രയും വലിയ വീട് വേണ്ടായിരുന്നു. എന്റെ വാശിയായിരുന്നു. സാരമില്ല മേരി. ഏകാന്തത അടിഞ്ഞുകൂടി വലിയ മലകളായി വീഴുന്ന ആ വീടിനുള്ളിൽ അവരുടെ വാക്കുകൾ കിണറിലേക്ക് വീഴുന്ന ശബ്ദം പോലെ പരസ്പരം കേട്ടു. മേരി,
ഞാൻ സ്കൂളിൽ പോയാൽ നീ എങ്ങനെയാ സമയം കളയാറ്? ഓർമ്മയിൽ ആദ്യമായി സേവിയർ മാഷിന്റെ ആ ചോദ്യം മേരിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. വീട്ടുജോലികൾ കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യാനില്ലാതെ മൗനം വിഴുങ്ങി വരണ്ടു പോയ മേരി അനിയന്ത്രിതമായി ചുരത്തുന്ന സ്നേഹത്തോടെ മാഷിനെ ചേർത്ത് പിടിച്ചു. ദീർഘവും കനമേറിയതുമായ ശ്വാസം മാഷിന്റെ ചെവിയിൽ ശക്തിയേറിയൊരു കാറ്റുപോലെ വീശി. മേരി ഇടത്തെ കൈനീട്ടി ചെറുമേശയിലെ മൊബൈൽ ഫോൺ എടുത്ത് ഗാലറിയിൽ നിരന്നു കിടക്കുന്ന പക്ഷിയുടെ ഫോട്ടോ എടുത്തു. ഓ, കുറിക്കള്ളൻ കാട്ടുപുള്ള്, കുറിക്കണ്ണൻ കാട്ടുപുള്ള്, അതാണ് പേര് മാഷേ? ദേശാടന പക്ഷിയല്ല മേരി, നിലത്തൂടെ ചാടി ചാടി നടക്കുന്ന പക്ഷിയാണത്. ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറ് വരും. കണ്ണിന് താഴെയുള്ള കറുപ്പും തൂവൽ നിറവും ഒക്കെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉച്ചയ്ക്ക് ശേഷം വരുന്ന കുറിക്കണ്ണൻ കാട്ടുപുള്ള് സമ്മാനിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് മേരി വാചാലയായി. കാനഡയിലുള്ള മകൻ ഇപ്പോൾ വല്ലപ്പോഴുമേ വീഡിയോ കോളിൽ വരുന്നുള്ളൂ. വന്നാൽ തന്നെ 3 or 4 വർത്തമാനം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമെന്നും മേരി പരിഭവിച്ചു. സേവിയർ മാഷ് കുറിക്കണ്ണൻ കാട്ടുപുള്ളിന്റെ അഴകിനെ വിസ്തരിച്ചു. പക്ഷിയുടെ പള്ളയിൽ വിരൽ വെച്ച് മേരിയിലേക്ക് ആഴത്തിലൊരു നോട്ടം. മേരി, പ്രായമാവുമ്പോൾ നമ്മൾ മനുഷ്യരും പക്ഷികളെ പോലെയാണ്. സ്നേഹമൊഴികെ ബാക്കിയെല്ലാം കുറച്ചു മതിയാകും. മേരി ഫോൺ തിരികെ വാങ്ങിച്ചു വെച്ചു. വെളിച്ചം അണഞ്ഞു. ഉറക്കം അവരെ പൊതിഞ്ഞെടുത്തു. വെയിലുദിക്കാൻ വിസമ്മതിക്കുന്ന ശനിയാഴ്ച പകൽ. വീടിന് പുറകിലെ വൃക്ഷത്തിനരികിൽ നിൽക്കുകയാണ് സേവിയർ മാഷ്. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? കാപ്പി കുടിക്കണ്ടേ? വേണം. കുറിക്കണ്ണൻ കാട്ടുപുള്ളി വന്ന് നിൽക്കുന്ന പ്ലാവിന് നോക്കി എങ്ങനെ നിന്നുപോയി. ഉച്ചയാവുമ്പോഴേക്കും സേവിയർ മാഷ് ചുമരിലെ ക്ലോക്കിൽ നിന്ന് സമയത്ത് പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞതും സേവിയർ മാഷിലെ വെപ്രാളം തിരികളെ പോലെയായി. മേരിയുടെ അടുത്തേക്ക് ചെന്നു. സമയം എന്തായി? അങ്ങാടിക്ക് പോകുന്നുണ്ടോ? ഇല്ല. നമുക്കിന്ന് ഒരുമിച്ച് ആ വിരുന്നുകാരനെ കണ്ടാലോ? പുതിയൊരു ഉത്സാഹത്തിലേക്ക് മാഷ് പ്രവേശിക്കുന്നത് മേരി അനുഭവിച്ചു. ഒപ്പം പറക്കാൻ കിട്ടിയ പക്ഷിയെ കാണാൻ സേവിയർ മാഷ് കണ്ണുകളെ ഒഴിഞ്ഞെടുത്തു. 4 മണി ആയതും മറ്റൊരു കസേര കൊണ്ടിട്ട് മേരിക്കൊപ്പം ഇരുന്നു. സമയത്തെ ആരോ പിടിച്ചടച്ചു വെച്ചതുപോലെ ഒട്ടും നീങ്ങുന്നില്ല. 4:30 കുറിക്കണ്ണൻ കാട്ടുപുള്ളി വന്നില്ല. വരില്ലേ? മാഷ് ചോദിച്ചു. വരേണ്ട സമയമായി. വെയിലൊന്നുകൂടെ മങ്ങി. ചെറിയൊരു കാറ്റ് അവരിലൂടെ കടന്നുപോയി. മേരിയുടെ തലമുടി പാറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാഷ് മേരിയുടെ വലത് കൈയിൽ പിടിച്ചു. മേരി, നേരം ഇരുട്ടാകാറായി, വരില്ലേ? മേരി സേവിയർ മാഷിന്റെ ചുമലിലേക്ക് തല ചായ്ച്ചു വെച്ചു. തൊണ്ടയിടറിയപ്പോൾ പതുക്കെ പറഞ്ഞു, ഇന്ന് വന്നില്ലെങ്കിലും നാളെ എന്തായാലും വരുമായിരിക്കും. ഇരുട്ടേറുന്നു. ആ നേരത്ത് കാറ്റിനൊപ്പം ചുറ്റിലുമുള്ള മരങ്ങൾക്കിടയിലെ നിശബ്ദതയിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ മാഷ് മേരിയുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ ചേർത്തു. മേരി, കുറിക്കണ്ണൻ കാട്ടുപുള്ളി വന്നില്ലെങ്കിലും മറ്റ് എന്തെങ്കിലും ഒരു പക്ഷി നാളെ വന്നാലോ? കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം, താങ്ക് യു. വളരെ മനോഹരമായ ഒത്തിരി ചിന്തകൾ അല്ലെ. ഒരു കലോത്സവത്തിന്റെ ഒരുക്കവും അതേസമയം തന്നെ ഒരു പിരിഞ്ഞുപോകലിന്റെ ഞെരുക്കവും മാറി മാറി കൃത്യമായിട്ട് അവതരിപ്പിക്കും. അനേകം കഥാപാത്രങ്ങൾ ഇല്ലേ, സേവിയർ സാറ്, സോമശേഖരൻ സാർ, മുസ്തഫ, അതുപോലെ സുജാതാമ, വിജയൻ മാഷ്, അനേക കുട്ടികൾ വളരെ മനോഹരമായി ഓരോരുത്തരുടെ പ്രത്യേകിച്ച് സേവിയർ മാഷിന്റെ മനസ്സിലൂടെ നടക്കുന്ന വിരമിക്കലിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ മനോഹരമായി. താങ്ക് യു വെരി മച്ച്. നമുക്ക് ജോഷി സാറിൽ നിന്ന് തുടങ്ങാം അല്ലേ? സാർ അഡ്മിറ്റ് ചെയ്യും. ആദ്യം തന്നെ ഒറ്റ വാക്കിലൊരു നന്ദി ആദ്യം അറിയിക്കട്ടെ. വളരെ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു.
ഞാന് സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ ഒട്ടും കൂടിപ്പോയില്ല എന്ന് ഈ പറയുന്ന സെഷൻ കൂടി കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇരിക്കുന്നവരിലെ 20 പേരുണ്ടായിരുന്നു. ഇപ്പോ 17 17 പേര്. കഥ കേട്ടിട്ട് 3 പേർ ചാടിപ്പോയി. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്നവരിലെ ബഹുഭൂരിപക്ഷം പേരും ഏതെങ്കിലുമൊക്കെ സേവന രംഗത്ത് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചവരാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ തന്നെ അധ്യാപകരായിരുന്ന ആളുകൾ, സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിത് രണ്ടും വെവ്വേറെ പറഞ്ഞത് ഒരു പക്ഷേ സാധാരണ ഒരു ഉദ്യോഗസ്ഥ ഒരു ഓഫീസിലെ ജോലിയും സ്കൂളിലെ ജോലിയും തമ്മിൽ കുറച്ച് വ്യത്യാസം, അവിടുത്തെ സംസാര രീതിയിലുള്ള വ്യത്യാസം, ഇതൊക്കെ നമുക്ക് ഈ കഥയിൽ കഥാകാരൻ നന്നായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജോലി മേഖലയിലെ പലതരത്തിലുള്ള പാരയും തൂമ്പയും സ്നേഹവും ഒക്കെ ഈ കഥയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോ വിശേഷിച്ച് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഓമന ടീച്ചറെ പോലെയുള്ള സ്കൂൾ ജീവിതം ആസ്വദിച്ച ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരു നല്ല ടീച്ചറ് വിരമിക്കാൻ പോകുമ്പോൾ അവർക്ക് സങ്കടമായിരിക്കും. ആ പിള്ളേരെ വിട്ടിട്ടും ആ സ്കൂൾ അന്തരീക്ഷം വിട്ടിട്ടും ഒക്കെ പോരുന്നതെന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. നമ്മുടെ ഇതിൻ്റെ അകത്ത് ഗീത ടീച്ചറും ഒക്കെ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ ടീച്ചർ ഇന്ന് കയറിയിട്ടില്ല. അടുത്ത ദിവസം നമുക്കൊരു കഥ പറയാൻ ടീച്ചറും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടീച്ചറൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ ആ നാട്ടിലുണ്ടായ പ്രകമ്പനം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഈ ടീച്ചർമാർക്കും ആ സ്കൂൾ വിട്ടുപോകാൻ, അതായത് ഈ റിട്ടയർമെന്റിനോടടുക്കുമ്പോൾ വളരെ വേദനയുള്ളതാണ് എന്നുള്ളതൊക്കെ ഈ കഥയ്ക്കകത്ത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വിജയൻ മാഷും ടീച്ചറെ ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് പറയുന്ന ഓരോരുത്തരും പിന്നെ സേവ്യർ മാഷും ഒക്കെ ഈ സ്കൂളുകളിലെല്ലാം ഉണ്ട്. നന്നായിട്ട് ജോലി ചെയ്യുന്നവർ, ജോലി ആസ്വദിക്കുന്നവർ, അതിനുവേണ്ടി ഈ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് ഈ മുണ്ടക്കൈയിൽ വീണ്ടും സ്കൂളുകൾ റീ ഓപ്പൺ ചെയ്തത്. അപ്പൊ അവിടെ ഈ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് ആ സ്കൂളിലെ കുട്ടികൾ ആവശ്യപ്പെട്ട സംഗതി നിങ്ങൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ശാലിനി ടീച്ചറിനെ തിരികെ ഞങ്ങളുടെ സ്കൂളിലേക്ക് പിന്നെ കൊണ്ടുവരണം. അപ്പൊ ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ശാലിനി ടീച്ചറെ വേറെ എവിടെയൊക്കെ ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ അതിനുശേഷമൊക്കെയാണ് ഈ ദുരന്തം ഉണ്ടായത്. വേദനയിൽ കഴിയുന്ന കുട്ടികൾക്ക് എന്ത് വേണേലും ചെയ്യാൻ തയ്യാറെന്നുള്ള നിലയിൽ ശിവൻകുട്ടി മന്ത്രി പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ആ കുട്ടികൾ പറഞ്ഞ വാചകം, ഞങ്ങൾക്ക് ശാലിനി ടീച്ചറിനെ തിരികെ വേണം. അപ്പൊ ആ ശാലിനി ടീച്ചറിന്റെ കാര്യമൊക്കെ എൻ്റെ അകത്ത് പറയുന്നുണ്ട്. ശാലിനി ടീച്ചർ സ്കൂളിൽ വരുന്നത് സ്കൂൾ യൂണിഫോമിലാണ് വരുന്നത്. പിള്ളേരിടുന്ന ആ നീലയും അവരുടെ സൈസ് ഉടുപ്പിട്ട് വരുന്ന ടീച്ചർ, അവരുടെ കൂടെ സൈക്കിളിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ടീച്ചർ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അതിൻ്റെ അകത്തൊക്കെ പറയുകയുണ്ടായി. അപ്പോ നന്നായി ആസ്വദിച്ച, പിള്ളേരെ സ്നേഹിച്ച, സ്വന്തം പിള്ളേരെ, നമ്മുടെ ആരാണ്, ഖലീൽ ജിബ്രാനാണോ പിന്നെ APJ അബ്ദുൽ കലാമാണോ പറഞ്ഞതെന്ന് എനിക്ക് ആളിനെ ഓർക്കുന്നില്ല. മുന്നിലിരിക്കുന്ന കുട്ടികൾ നമ്മുടേതല്ലെന്ന് തോന്നുന്ന അവസരത്തിൽ അധ്യാപകൻ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് പടിയിറങ്ങിപ്പോണം എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോ ഈ രീതിയിലൊക്കെ സ്കൂൾ ജീവിതം വളരെ ആസ്വദിച്ച് മറ്റ് പല മേഖലകളിൽ, നമ്മുടെ സാബു സാറൊക്കെ VRS എടുത്ത് BSNL നിന്ന് ഓടിയ ആളുകളാണ്. അപ്പൊ ഒരു ടീച്ചർ VRS എടുത്തൊന്നും പോകാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർമാരൊക്കെ അവരുടെ ഈ 56 വയസ്സ് വരെയും
അല്ലെങ്കിൽ നേരത്തെ 55 ഞാനുമൊക്കെ എൻ്റെ പഠനകാലത്തെ അധ്യാപകരെ ഓർക്കുന്നുണ്ട്. അവരൊക്കെ വളരെ വാത്സല്യവൻ സാറേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് നമ്മളോടൊക്കെ നമ്മളെയൊക്കെ കുട്ടികളായിട്ട് കണ്ട് എപ്പോഴും സ്നേഹിക്കുന്ന അത്തരം ആളുകളെയൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പൊ അത്തരം ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കഥയ്ക്കകത്ത് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജോലി വിട്ടിട്ട് റിട്ടയർ ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന മൂകത, ആ മൂകത അപ്പോഴാണ് വീട്ടിലിരിക്കുന്ന ആളിന്റെ മൂകതയെ കുറിച്ച് പോലും ഈ ആളിന് ചിന്ത വന്നത്. മേരി എങ്ങനെയാണ് ഒരു ദിവസം ചെലവഴിച്ചു വിട്ടത് എന്ന് ഓർക്കുന്നില്ല. അപ്പോ അതിനിടയിൽ ആ കിളി വരുന്നു, പക്ഷിയോടൊപ്പം സംവദിക്കുന്നു, അങ്ങനെ നേരം പോക്ക് കണ്ടെത്തുന്നു. അപ്പോ പ്രകൃതിയിലേക്ക് തിരിയാനും പ്രകൃതിയെ മനസ്സിലാക്കാനും അങ്ങനെ സമയം പോക്കിന്റെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അപ്പോ നിരവധിയായ ഒത്തിരി ഈ കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നല്ല കഥ മെനഞ്ഞ് ആസ്വാദനം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം കുറിക്കുകൊള്ളുന്ന രീതിയിൽ ടീച്ചർമാരിലെ വിഭിന്നരായ ആളുകൾ, അതെല്ലാ തുറകളിലും ഉണ്ടല്ലോ. അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് MLM പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറെ ഏതെങ്കിലും വലിയ ജോലിയും തേടിക്കൊണ്ട് വരുമാന മാർഗങ്ങൾ തേടിക്കൊണ്ട് ആളുകളെ കുപ്പിയിലിറക്കുന്ന പരിപാടി, ഇങ്ങനെയുള്ളവരുമൊക്കെ ഉണ്ട് അപൂർവമായിട്ട്. പക്ഷെ എങ്കിൽ കൂടെയും അതുമൊക്കെ ഇതിൻ്റെ അകത്ത് വിമർശനാത്മകമായിട്ട് ഈ രചയിതാവ് എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് ഈ ഓണക്കാലത്ത് നല്ല കുറെ ചിന്തകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മളെക്കുറിച്ചും ഒരു ആത്മവിമർശനം നടത്തുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ കഥ എന്തുകൊണ്ടും ഉചിതമാണ്, നല്ലതാണ്. ടീച്ചറിനെ ഈ കേട്ട സദസ്സിൽ ടീച്ചറിനെ അറിയാവുന്ന രാജു ഫിലിപ്പ് സാറും മോഹൻ നയനാർ സാറും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നതാണ്. ധാരാളം ടീച്ചർമാർ ഇതിൻ്റെ അകത്തുണ്ട്, ധാരാളം ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാവരും അഭിപ്രായം പറയട്ടെ, തങ്ങളുടെ സർവീസ് ജീവിതകാലത്തെ കുറിച്ച് ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഈ കഥ. എല്ലാവിധ ഭാവങ്ങളും എല്ലാവർക്കും. ഒരിക്കൽ കൂടി നന്ദി, നന്ദി, നന്ദി. താങ്ക് യു സർ. റോയ് സർ. സർവീസ് ജീവിതകാലത്ത് മുൻകൂട്ടി ചില കാര്യങ്ങൾ കാണുവാനും അതനുസരിച്ച് തയ്യാറാകുന്നതിനുമുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ശൈലജ ടീച്ചർ ഈ കഥയിലൂടെ ഇന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഔദ്യോഗിക ജീവിതത്തിൽ വ്യത്യസ്തമായ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ചേരുന്നതാണ്. അത് ഇവിടെ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളാണ് പറയുന്നത്, അവിടെ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരു സ്കൂൾ അന്തരീക്ഷം കാണുവാനുള്ള അവസരമുണ്ടായി. പുസ്തകം വിൽക്കാൻ വരുന്നവരും സാരി വിൽക്കാൻ വരുന്നവരും അവരുടെ കൂടെയൊക്കെ മൂവ് ചെയ്യുന്ന വ്യത്യസ്ത താല്പര്യമുള്ള ആൾക്കാരും ഒക്കെ വളരെ ഭംഗിയായി ഇതിനകത്ത് കാണിച്ചപ്പോൾ ശരിക്കും ഒരു സ്കൂൾ അന്തരീക്ഷത്തിലെ സ്റ്റാഫ് റൂമും സ്റ്റാഫിനെ ഒക്കെ കാണുന്നത് പോലെ. പിന്നെ ഈ മുസ്തഫ എന്ന് പറയുന്ന പുസ്തക കച്ചവടക്കാരനും അതുപോലെ തന്നെ സോമശേഖരൻ മാഷ് ഈ പറയുന്ന കുട്ടികളെ യൂത്ത് ഫെസ്റ്റിവലിനും മറ്റേതിനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു അതിൽ വളരെ നിർവൃതി കാണുന്ന ഒരു മനുഷ്യനായി. അതുപോലെ തന്നെ വാട്സപ്പിൽ താല്പര്യമുള്ള ആൾക്കാർ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പറ്റിയേക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിലുള്ളവർക്ക് അറിയാം, ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഭാര്യമാരുടെ കാര്യം ജോഷിയാറ് സൂചിപ്പിച്ചു. അത് കാരണം എങ്ങനെ നീ സമയം ചെലവഴിച്ചു എന്ന് റിട്ടയർമെന്റിന് ശേഷം ചോദിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള കാലത്ത് എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി മക്കളെ തയ്യാറാക്കിയിട്ട് റിട്ടയർമെന്റ് കഴിയുമ്പോൾ മക്കളില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എബി എന്ന് കാനഡയിലേക്ക് പറഞ്ഞു വിട്ടതും വലിയ വീട് പണിതതും ഒക്കെ ഇപ്പോഴാണ് ഇതൊരു അനാവശ്യമായിരുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വന്നത്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിട്ടയർമെന്റിന് മുമ്പും ഔദ്യോഗിക ജീവിതത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം ചിന്തിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരവസരമാണ് ശൈലജ ടീച്ചറുടെ ഈ കഥയിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എല്ലാം കൊണ്ടും വളരെ, ഈ ചെറിയ ഒരു വിഷയമാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് അത് കണ്ട് എൻജോയ് ചെയ്ത് ഒരു സിനിമ കാണുന്നത് പോലെ ഇപ്പം എല്ലാം കാണാൻ പറ്റി എന്ന് പറയുന്നത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. രവി സർ, രവി സർ അഡ്മിറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറുന്നത്. നേരത്തെ വരണം എന്ന് എന്നോട് കൂടെ അനുവിന്ദ മേഡം ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. രാവിലെ സലജ മേഡത്തിന്റെ ക്ലാസ് കയറിയപ്പോ അവർ പറഞ്ഞു കഥ അവതരിപ്പിക്കേണ്ടത്. അതോടാണ് ഞാൻ ഈ സമയത്തിന് കയറിയത്. അപ്പൊ കയറാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നല്ലൊരു കഥ കേൾക്കാൻ പറ്റി. അത് മേഡം വളരെ നന്നായിട്ട് അതിന്റെ ഒരു ഒഴുക്കോട് കൂടി അവതരിപ്പിച്ചു. അതിന്റെ സംഭാഷണ ശകലങ്ങളൊക്കെ ഒരു ചോരാതെ അവതരിപ്പിച്ചു. അതുകൊണ്ട് നേരത്തെ നമ്മുടെ റോയ് സാർ പറഞ്ഞ പോലെ ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ആയിരുന്നു അതിന്റെ ഒരു അനുഭവം. അതാണല്ലോ കഥ വായിക്കുമ്പോൾ വേണ്ടത്. പിന്നെ എന്നെ ഇതിൽ ആകർഷിച്ച കാര്യം വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. മേരി എന്ന കഥാപാത്രം തന്നെയാണ് ഇതിലത്തെ കേന്ദ്ര ബിന്ദു. സേവ്യർ മാഷാണ് നമുക്ക് തോന്നുമെങ്കിലും സേവ്യർ മാഷല്ല അതിന്റെ കേന്ദ്ര ബിന്ദു മേരിയാണ്. കാരണം മേരിയാണ് പുള്ളിനെ കാണുന്നത്. എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ ഇവിടുന്ന് അപ്പോഴാണ് മൊബൈൽ ഫോൺ എടുത്തിട്ട് ആ ഇത് കാണുമ്പോഴാണ്. കഥാകൃത്ത് മാഷായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, കഥാകൃത്തിനെ ഞാൻ വായിച്ച് പരിചയമില്ലായിരിക്കും. അതുകൊണ്ട് എനിക്കറിയില്ല കഥാകൃത്ത് മാഷായിരിക്കണം. അപ്പൊ എങ്കിലും അദ്ദേഹം പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒരു കഥയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചതിന്റെ ചെറിയ പോരായ്മകൾ ഇതിൽ കാണാൻ പറ്റും ഒരു കഥ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അതൊന്നും അല്ല അതിലെ പ്രധാനപ്പെട്ട കാര്യം. വരച്ചു വെക്കലാണ്. കഥാപാത്രങ്ങളെ വരച്ചു വെക്കുന്നുള്ളതാണ്. അത് ആ വരച്ചു വെക്കല് വളരെ വിദഗ്ധമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായാലും വേണ്ടില്ല. ചില PTA മെമ്പർ വരുന്നുണ്ടല്ലോ, നിർവികാരനായിട്ട് പറയുന്നല്ലോ റിട്ടയർമെന്റ് ഞാൻ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായിട്ടില്ല. പക്ഷെ എനിക്ക് അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ സന്തോഷത്തോടുകൂടി റിട്ടയർ ചെയ്ത് പോകുന്ന ആളാണ്. ഞാൻ എപ്പോഴും പുതിയ ആളുകളെ സംബന്ധിച്ച് അങ്ങനെയാണ്, സന്തോഷത്തോടെ റിട്ടയർ ചെയ്യുന്നത്. പക്ഷേ അതെന്താ കാരണം വെച്ചാൽ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു പ്ലാനിങ് നമ്മൾ നടത്തിയിരുന്നു. എന്താണ് പിറ്റേ ദിവസം മുതൽ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ സാധാരണ ആളുകൾക്ക് അത് ഉണ്ടാവില്ല. അതിന് പ്രയാസം ഉണ്ടാവും എല്ലാവരും. ഞാൻ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ട് ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആശംസാ പ്രസംഗത്തിന് കയറി മറുപടി പറയുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയ അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വളരെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ഓഫീസിൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് സ്കൂളും കുട്ടികളുമായിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയാണ് ഞങ്ങളുടെ അധ്യാപകരുടെ. അത് വളരെ നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കഥാകൃത്ത് അവതരിപ്പിച്ചു. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയൊരു മാജിക് എന്നുള്ള സാധനം. അപ്പോൾ ഇത് അവതരിപ്പിച്ച നമ്മുടെ സലിജ മേഡത്തിനും ഈ പ്ലാറ്റ്ഫോമിന്റെ സംഘാടകർക്കും ഒരു റിട്ടയർഡ് അധ്യാപക നിലയിൽ വളരെ സന്തോഷപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹം, സന്തോഷം. താങ്ക് യു രവി സാർ. ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഇതുപോലത്തെ പ്രോഗ്രാം ഉണ്ട്. കഥ 69ാമത്തെ കഥയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ കഥയാണ്. ജോർജ് സാർ പറയും. ഹായ്, താങ്ക് യു സാർ. സലിജ ടീച്ചർ, പ്രത്യേകം അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കട്ടെ. എന്ത് ഇത്ര നാളും ഈ ഗ്രൂപ്പിൽ കഥ പറയാതിരുന്നത്? ഞങ്ങളോടുള്ള വല്ല വിരോധം കൊണ്ടാണോ? എന്തായാലും ഇനി അതുണ്ടായില്ല. അത് പറയാതിരിക്കില്ല, ഇനി പറയും. ഞങ്ങൾ പ്രതീക്ഷയുടെ കാത്തിരിക്കും. ആദ്യമേ പറയട്ടെ, നല്ല ഒരു അവതരണം. ഓരോ കഥാപാത്രങ്ങളെയും തനി രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചു. അതിൻ്റെ തികച്ചും നാടകീയമായ ആ ശബ്ദമൊക്കെ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം ശരിക്കും രംഗത്ത് വന്ന് അഭിനയിക്കുന്ന രംഗം എല്ലാം പൂർണ്ണമായി നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ. ഓരോരുത്തരും പറഞ്ഞാൽ ഓരോ ഇടത്ത് നോക്കിയിട്ടും ഏത് ആംഗിളിൽ നോക്കിയിട്ടും കഥാപാത്രങ്ങളുടെ രൂപവും സംസാരവും ഒക്കെ ആ തനിമ ഒട്ടും ചേരാത്ത വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കഴിവാണ്, നോ ഡൗട്ട്. പിന്നെ റിട്ടയർമെന്റിന്റെ കാര്യം പറയുമ്പോൾ ഞാനും റിട്ടയർമെന്റ് ദിവസം പൊട്ടിക്കരഞ്ഞ കൂട്ടത്തിലാണ്. എന്നെ എല്ലാമാക്കിയ, എൻ്റെ എല്ലാമായിരുന്ന, വീടിനേക്കാൾ അധികം സ്നേഹിച്ചിരുന്ന സഹപ്രവർത്തകർ 1000-ഓളം പേര് എൻ്റെ സ്വന്തം എന്ന് കരുതിയ പൊതുപ്രവർത്തനം, അതിനിടയിൽ നിന്ന് ഇറങ്ങിപ്പോരുക. അതും മാത്രമല്ല,
32 വർഷത്തെ ബന്ധമാണ്. സഹിക്കാൻ വയ്യ. എനിക്ക് പിന്നീട് അതിൽ കൂടുതൽ വേദന ഉണ്ടായത് എൻ്റെ അമ്മ മരിച്ച മാത്രം. ഇത്രയും വേദന അനുഭവിച്ച ഒരു രംഗമില്ല. അത്രയ്ക്ക് നമ്മുടെ സ്വന്തമായിരുന്നു. അതങ്ങ് പറിച്ചെറിയാന്ന് പറയുന്നത് അതിദുസ്സഹമാണ്. ഏതായാലും എല്ലാ കഥാപാത്രങ്ങളെയും നന്നായി അവതരിപ്പിച്ചു. ഒത്തിരി അഭിനന്ദനം പ്രത്യേകം ഒന്നോടെ പറഞ്ഞുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുക. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു പോയാൽ ഞാനങ്ങ് പങ്കുവെച്ചു മാത്രം. താങ്ക് യു. റിട്ടയർമെന്റിന് ശേഷം വലിയൊരു ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്യുമ്പോൾ. അപ്പൊ രവി സാർ പറഞ്ഞ പോലെ അതിന് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കി വേണം റിട്ടയർമെന്റ്. ഈ പ്ലാനും പദ്ധതിയൊക്കെ ഒന്നും ഒരു ക്ഷാമം ഉണ്ടായില്ല. അതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, അത് വലിച്ചെറിയുന്ന ആ രംഗം ഇട്ടെറിഞ്ഞു പോരുന്ന, പിന്നെ നമ്മൾ അന്യനാണല്ലോ. പിന്നെ ആ പടിവാതിക്ക് കയറാൻ പറ്റില്ല. പറഞ്ഞ ഡിഫൻസ് ആയതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് രോഗ്യം പറയാൻ പോലും ഒന്ന് കാണാൻ പോലും അകത്തേക്ക് പ്രയോജനമില്ല. അതിദുസ്സഹമായിരുന്നു. അയ്യോ പറയാതെ വയ്യ. രമാവതി താങ്ക് യു. മാം എങ്ങനെയാ റിട്ടയർ ചെയ്തതെന്ന് ചോദിക്കും. ആ കഥകളും കേൾക്കാം. സലിജ മാം നമസ്കാരം. സാവു സാർ, ഏതായാലും ഒരു പുതിയ ആളിനെ കിട്ടി നമുക്ക് കഥ പറയാൻ വേണ്ടിട്ട്. കേൾക്കാമോ സാർ? ഒച്ച കേൾക്കാം. പുതിയ ആളിനെ കിട്ടി കഥ പറയാൻ വേണ്ടിട്ട്. ഏതായാലും ആ കഥയുടെ അവതരണം വളരെ നല്ല രീതിയിലാണ്. എല്ലാരും പറഞ്ഞ പോലെ ശരിക്കും മോണാക്ട് എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ആള്. കാരണം ഓരോരാള് വരുമ്പോഴും ഒച്ച മാറ്റിയിട്ടൊക്കെ കലാകാരിയാണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടിട്ട്. ഏതായാലും കഥ എല്ലാരും ഇത് യൂത്ത് ഫെസ്റ്റിവലിന് വേറെ ഒരു സാറന്മാരുണ്ടാവും. അവരുടെ ഭയങ്കര ഇരിക്കൂല ഇതൊക്കെ എങ്ങനെയെങ്കിലും കുട്ടികളെ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതി. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മളിപ്പം സർക്കാർ ജീവനക്കാരായാലും ആര് പെൻഷൻ ആവുന്നുണ്ടെങ്കിലും പെൻഷനായി കഴിഞ്ഞാല് ഒരു ഡെപ്യൂട്ടി കളക്ടർ എപ്പോഴും ഡെപ്യൂട്ടി കളക്ടർ എന്നൊന്നും വിളിക്കല്ലോ. പക്ഷെ ടീച്ചർമാര് പെൻഷൻ ആയാലും ടീച്ചർമാരെന്നെ വിളിക്കാറുള്ളത്. അതൊരു പ്രത്യേകതയാണ്. എല്ലാരും ടീച്ചറിനെ വിളിക്കല്ലോ. അത് എന്താ പറയണ്ടേ, നമ്മളെ ഒരു സ്കൂളിൽ ഒരു കുട്ടി എത്തി ആ കുട്ടീനെ നമ്മളെ നല്ല രീതിയിൽ പിന്നെ എവിടെ എത്തിക്കണം എന്നുള്ളത് പാരന്റ്സ് മാത്രല്ലല്ലോ, ടീച്ചേഴ്സ് കൂടിയല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം ബസ്സിൽ പരിചയപ്പെട്ടിട്ടാകുമ്പോ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എനിക്ക് കുറച്ച് പരിചയമുള്ള എത്ര കുട്ടികളുണ്ട് ടീച്ചറെ? എനിക്ക് 40 കുട്ടികളുണ്ട്. ഞാനിങ്ങനെ ഞെട്ടി. 40 കുട്ടികളുണ്ടെന്നാ ടീച്ചർ പറയുന്നത്. അപ്പൊ ടീച്ചർക്ക് എപ്പോഴും സ്കൂളിലെ വിചാരം എത്ര കുട്ടികളെന്ന് ചോദിക്കുമ്പോ ടീച്ചറെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണ പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, വേണം ടീച്ചർമാര് എന്ന് പറയുമ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് പണിയെല്ലാം നിർത്തി കിടന്നുറങ്ങുന്നത്. പക്ഷെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെയാണ്. നിങ്ങളെ പാരന്റ്സ് അല്ല നിങ്ങളെ കൂടെ ഉള്ളത്. അത്രയും ശ്രദ്ധാലുക്കളാണ്. എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുജനം വരുമ്പോൾ ഞാൻ ഒരിക്കലും നിർത്തി സംസാരിക്കാറില്ല. ഒരു കസേര ഉണ്ടാവും, ആ മുമ്പിലുള്ള കസേരയിൽ ഇരുത്തും. അത് ഒരു ടെക്നിക്കും കൂടിയാണ്. കാരണം വന്നോടെ നമുക്ക് ജോലി എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു കാർഡുമായിട്ട് വരിക, ജോലി എപ്പോഴാ കിട്ടുന്നുള്ള രീതിയിൽ. അപ്പോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ റൊട്ടേഷൻ ഉണ്ടല്ലോ, ജാതിയുടെ ഓപ്പൺ TBSC എന്നുള്ള റൊട്ടേഷൻ ഉണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു കാൻഡിഡേറ്റിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടാനായിട്ടില്ല, പിന്നെ LCക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറയാണ്, ഓഹോ അത് ശരി, നിങ്ങൾ LCക്കൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലേ, നമുക്കൊന്നും തരാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച LC ആയി പ്രയോറിറ്റി ആണ്, ലാറ്റിൻ കാത്തോലിക്കിന് കൊടുത്തു എന്നാ ഞാൻ പറഞ്ഞത്. അതുപോലെയാണ് ചിലപ്പോ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് പിന്നീട് ചിരിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം പിയൂണാണെങ്കിലും ഞാൻ പറയും സാറൊന്നും വിളിക്കണ്ടപ്പാന്ന് പറയുമ്പോ ചില ഇഷ്ടത്തോടുകൂടി പിന്നെ ചേച്ചിന്ന് വിളിക്കുന്നവർ വരെ ഉണ്ട്. അതില് പെൻഷനാവുന്നതിന് കുറെ ദിവസം മുമ്പ് തന്നെ നമ്മൾ രാത്രിയിലുണ്ടല്ലോ സാറേ, നമുക്ക് ആ ചിന്ത വരും, എനിക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത വരും. അതെല്ലാവർക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇതായിട്ട് ഞാൻ കണ്ണൂരിൽ നിന്നാണ് നമ്മളെന്റെ ഓഫീസർ വൊക്കേഷണൽ ഗൈഡൻസ് ആയിട്ട് പെൻഷനായി. അപ്പം എന്റെ ഓഫീസിലുള്ള ഒരു പിയൂൺ എന്റെ ഒന്നിച്ച് വന്നു സാറേ. വന്നിട്ട് എന്റെ വീട്ടിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോയി. അപ്പൊ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെയുള്ള ജീവിതത്തിൽ ഇതുണ്ട്. ഇപ്പൊ ഒരു സാറ് പറഞ്ഞ പോലെ നമ്മള് പെൻഷൻ ആയി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഒട്ടും സമയം
കളഞ്ഞിട്ടില്ല പെൻഷനതിന് ശേഷം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അല്ലാതെ ഇപ്പം ഒരാൾ പറഞ്ഞ പോലെ ഞാൻ ഓഫീസിൽ എല്ലാം മണിയടിക്കുമ്പോ ആള് വരുമായിരുന്നു. ഇപ്പൊ വീട്ടില് പെൻഷനതിന് ശേഷം മണിയടിക്കുമ്പോ ആള് വരുന്നില്ല എന്ന് മാത്രമല്ല, രാവിലെ മുളക് എടുത്ത് തരും അവള്, ഇതൊന്ന് വെയിലത്തിട്ട് അറിഞ്ഞിട്ട്. പിന്നെ മോള് പറയും സ്കൂളില് വണ്ടി വരാനായി, ഒന്ന് അച്ഛാ അത് വണ്ടിയിൽ കയറ്റി വിട്ട് കുട്ടീനെ വൈകുന്നേരം കുട്ടീനെ കൊണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പം നമ്മുടെ ഒരു പ്ലാൻഡ് ആയിരിക്കണം നമ്മുടെ ലൈഫിൽ എല്ലാം, അതെല്ലാം വേണം എന്നുള്ളതാണ്. നല്ലതായിരുന്നു ടീച്ചറെ കഥ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു. മോഹൻദാസ് സാർ കേൾക്കാമോ? മോഹൻദാസ് സാർ, ഓമന മാം, സ്നേഹലത മാം. പറയട്ടെ സാർ, പറയൂ. പറയട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു നേർചിത്രം കഥാകൃത്ത് ഇതിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. മക്കളെ വിദേശത്ത് അയച്ചിട്ട് വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്നതും, പിന്നെ ആ സ്റ്റാഫ് റൂം ഒക്കെ. യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് പല സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുള്ള, ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട്. അപ്പോ ഈ സ്റ്റാഫ് റൂമിന്റെയൊക്കെ ഒരു നേർചിത്രം ഓരോ അധ്യാപകരുടെയും ചെറിയ ചെറിയ വിവരണങ്ങളിൽ കൂടെ നമുക്ക് അവരെ എല്ലാം നേരിൽ കാണാൻ പറ്റുന്നത് പോലെ ഏതോ സമയത്ത് അനുഭവിച്ചിട്ടുള്ളതാണ് ഓരോ സ്റ്റാഫ് റൂമിലും പല സ്കൂളുകളിലിരുന്ന്. എന്നാലും അതിൻ്റെ എല്ലാം ഒരു അനുഭവം വീണ്ടും കിട്ടുന്നത് പോലെ തോന്നി. വളരെ നന്ദി. ഇത് അവതരിപ്പിച്ച ആളിന്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്താ സാർ പേര് മാഡത്തിന്റെ? സലിജ. സലിജ ടീച്ചറാണോ? മാം, ഞാന് ഹൈസ്കൂളില് മലപ്പുറത്തായിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നപ്പോ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ വീടിന്റെ അടുത്ത് വേറെ ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നാണ് പേര് പോസ്റ്റിന്. പക്ഷെ ടീച്ചിങ് തന്നെയാണ്. പോസ്റ്റിന്റെ പേര് ഇതാണ്. അതായത് VHSCയിലാണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വൊക്കേഷണൽ സബ്ജക്ട് പഠിപ്പിക്കുക മീൻസ് ലാബില് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെയാണ്. അപ്പോ അങ്ങനെയാണ് ഇപ്പൊ. അപ്പൊ ടീച്ചറിന് ഒരുപാട് പേർക്ക് ടീച്ചർ മാതൃകയാണ്. വളരെ നന്ദി. ഇങ്ങനെ ഒരു കഥ ഞങ്ങൾക്ക് അനുഭവിക്കുന്നത് പോലെ പറഞ്ഞു തന്നതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു സ്നേഹലത മാം. ഓമന ടീച്ചർ ഉണ്ടോ? മോഹൻദാസ് സാർ യാത്രയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, ഓമന ടീച്ചർ പറയും. സലിജ ടീച്ചർ നന്നായിട്ട് അവതരിപ്പിച്ചു. സലിജ ടീച്ചറെ ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരിക്കൽ കണ്ടെടുത്തതാണ്. പിന്നെ ടീച്ചർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് തിരക്കായിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ വിളിക്കാത്തത്. ടീച്ചർ പിന്നെ വിളിച്ചിട്ടില്ല. നന്നായിട്ട് അവതരിപ്പിച്ചു. പിന്നെ ഈ ഷർഷാദ് ബത്തേരിന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്താണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവിടെ അടുത്തൊരു സാരി കച്ചവടക്കാരനുണ്ട്, മൈസൂരിൽ നിന്ന് വന്നതാ. അയാൾ എല്ലാ സ്കൂളിലും സാരി കൊണ്ടുപോകും. ഒരു ഓട്ടോറിക്ഷ ഉണ്ട് സ്വന്തമായിട്ട്. ആ സാരിയും കൊണ്ട് ചെന്നാൽ കാശൊന്നും കൊടുക്കണ്ട, ടീച്ചർമാർക്ക് സാരി എടുക്കാം. പിന്നെ വരുമ്പം 50 രൂപയാണെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി. അതുകൊണ്ട് എല്ലാവരും സാരി വാങ്ങും. അയാളെ തന്നെയാണ് ഈ വയനാട് ജില്ലയിലുള്ള എല്ലാ സ്കൂളിലും പോകും. അപ്പോൾ അയാളെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് സലിജ ടീച്ചർ അവതരിപ്പിച്ചത്. എനിക്കത് വല്ലാതെ ഒരു പരിചയമുള്ള ആളുകളെ തോന്നി. പിന്നെ എനിക്കതിൻ്റെ അകത്ത് സ്ട്രൈക്ക് ചെയ്തത് സേവിയർ മാഷ് റിട്ടയർ ചെയ്തത് നന്നായി. അതിനാന്ന് വെച്ചാൽ അപ്പോഴാണ് സാറ് മേരിയുടെ കാര്യം ആലോചിച്ചത്. അല്ലെങ്കിൽ അന്നേരം റിട്ടയർ ചെയ്തില്ലെങ്കിൽ അപ്പൊ പോലും അങ്ങേര് മേരിയുടെ കാര്യം ആലോചിക്കില്ല. പിന്നെ മേരി എങ്ങനെയാ വീട്ടിൽ കഴിയുന്നതെന്നോ മേരി ഒറ്റയ്ക്കാണല്ലോ എന്നോ ഒന്നും അതേവരെ സാർ ആലോചിച്ചില്ല. അതൊരു ടിപ്പിക്കൽ പുരുഷന്റെ സ്വഭാവം അവിടെ കാണിച്ചു. പിന്നെ റിട്ടയർമെന്റിന് അങ്ങനെ വിഷമിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിയിൽ കയറി ഒരു 2 കൊല്ലത്തിനുള്ളിൽ PF എടുക്കാൻ നേരത്ത് അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ക്വസ്റ്റ്യൻ റിട്ടയർമെന്റ് ഡേറ്റാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്തിനാ എന്നോട് ഇപ്പൊ ഇത് കണക്കൂട്ടാൻ പറയുന്നത്. അന്നേരം ആദ്യമൊക്കെ കണക്കൂട്ടി എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അറിയില്ലല്ലോ, വയസ്സും കൂട്ടി കൊല്ലമൊക്കെ കൂട്ടി പെറുക്കി ഉണ്ടാക്കാൻ. ഇതെന്തിനാ ഇപ്പൊ ഇവർ ചോദിക്കുന്നതെന്ന് ഞാൻ ദേഷ്യത്തോടെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ റിട്ടയർമെന്റിന് മുമ്പേ ഒരു ഇമ്പോസിഷൻ പോലെ എഴുതി പോകുന്ന ഒരു ഡേറ്റ് ആണത്. കാരണം 6 മാസം കൂടുമ്പോൾ സർക്കാർ ജീവനക്കാർ പിന്നെ PF എടുക്കും. അപ്പൊ എല്ലാം ഇത് എഴുതണം. അപ്പൊ പിന്നെ ഒരു പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല റിട്ടയർമെന്റ്. സ്കൂളിലെ സ്റ്റാഫ് റൂമൊക്കെ കറക്റ്റാണ്. ഹെഡ് മാഷ് അത്ര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സാരി കച്ചവടം പുസ്തക കച്ചവടം തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
ക്ലാസ് ടൈമിലും. അപ്പോൾ പിന്നെ ടീച്ചർ നന്നായിട്ട് അവതരിപ്പിച്ചു, കൂടുതൽ പറയുന്നില്ല. നായനാർ സാർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു മാം. ഈ സത്യത്തില് ജോലി ഇല്ലാത്ത വീട്ടമ്മമാര് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ പ്രശ്നം, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് ഒട്ടും സമയമില്ല, അവരെപ്പോഴും ബിസിയാണ് അല്ലേ? ഈ ജോലിയില്ലാത്ത വീട്ടമ്മമാർ ബിസി ആകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പതുക്കെ സമാധാനമായിട്ട് ഉണ്ടാക്കും. ഉച്ചക്കത്തെ ചോറ് വളരെ സമാധാനമായിട്ട് ചോറും കറികളും ഉണ്ടാക്കും. പിന്നെ 4 മണിക്കത്തേക്കുള്ള ടിഫിൻ വളരെ സമാധാനമായിട്ട് ഉണ്ടാക്കും. പിന്നെ രാത്രിത്തേക്ക് പിന്നെ ഉണ്ടാക്കും സമാധാനമായിട്ട്. അതേസമയം ജോലിക്ക് പോകുന്നവർ 8 മണിയാകുമ്പോഴത്തേക്കും രാത്രി വരെയുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ ഉണ്ടാക്കും. ഇവിടെ മേരിക്ക് ശരിക്കും ഒരു ഭാരമാകുമായിരിക്കും സാറ് വന്നത്. കാരണം സാറിന്റെ ഇരിപ്പ് കാണേണ്ടവരുണ്ട്. മറ്റേ സന്തോഷകരമായി സ്കൂളിൽ പോയി ഹാപ്പി ആയിട്ട് വരുന്നതിന് പകരം ഈ ദുഃഖഭാവത്തിലുള്ള സാറിനെ കാണേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ മേരിക്ക് ഇപ്പൊ ഇവിടെ ഒരു പ്രാധാന്യം ഉണ്ടായി. ഇതുവരെ മേരി ഇല്ലായിരുന്നു. അതെ, ഇപ്പൊ മേരിയല്ലേ ഉള്ളൂ. അതെല്ലാം കൃത്യമായിട്ട് വരച്ച് കാണിച്ചു. മോഹൻദാസ് സാർ പറഞ്ഞോളൂ. സാർ അൺമ്യൂട്ട് ചെയ്യും. സാർ കേൾക്കുന്നില്ലേ? എന്താ സാർ കേൾക്കുന്നില്ലല്ലോ? എന്താ പ്രോബ്ലം? ഓക്കെ സാറേ, സാറിപ്പോ പറഞ്ഞ പോലെ വീട്ടിലുള്ളവർക്ക് പണി ഉണ്ടെന്ന് മാത്രമല്ല, അവരുണ്ടല്ലോ സാറ് ശരിക്കും കഷ്ടപ്പെടുന്നതാണ്. കാരണം നമ്മളിപ്പം ഒരു പ്രായമായിട്ട് ഒരു പണി എടുക്കാൻ പറ്റാത്ത പ്രായത്തിലാണല്ലോ ഹോം നേഴ്സിനൊക്കെ വെക്കുന്നത്. വാസ്തവത്തിൽ ഇവര് നല്ല പ്രായത്തിലുണ്ടല്ലോ സാർ, കുക്കായിട്ടും വാഷർമാനായിട്ടും പിന്നെ എല്ലാം ഓരോന്നിനും പൈസ കണക്കൂട്ടാണെങ്കിൽ ഉണ്ടല്ലോ, ഇവര് ആണുങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിനേക്കാൾ എത്രയോ വരും. അപ്പൊ അത് നിയമമാക്കിയിട്ടുണ്ട്, നിയമമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സലിജ മാം. ജോഷി സാർ, സാറേ ഞാനൊന്ന് ആടിയട്ടെ. ഇതിന്റെ അവസാനത്തെ പാർട്ട് അതാണ്. ഈ അവസാനം നമ്മള് കൃത്യമായിട്ട് ചോദിക്കും ഇതിന്റെ കണ്ടന്റ് എന്താണ് ഉദ്ദേശിച്ചത്. യെസ്, പറഞ്ഞോളൂ. ഇതിനകത്ത് എനിക്കും കണക്ട് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഒറ്റ വായനയിൽ തന്നെ വായിച്ചു തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഇത് മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നേ. അപ്പൊ ഇന്നലെ സാറ് പറയുമ്പോ ഏതെടുക്കണം എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു. പിന്നെ ഇതൊക്കെ വായിച്ചു നോക്കണ്ടേ എന്നാണ്. ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടിയത്, അധ്യാപക ലോകത്തിൽ വന്നതായിരുന്നു. അപ്പൊ ഒരൊറ്റ കാഴ്ചയിൽ നമുക്ക് എത്രയും അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വെച്ചാല് ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു ബുക്ക് വിൽപ്പനക്കാരൻ ഇതുപോലെ ഡ്രസ്സും സാരി ഇതൊക്കെ വരും അവിടെ. അപ്പോ സാർ അത്ര സ്ട്രിക്റ്റ് അല്ല കേട്ടോ, പ്രിൻസിപ്പൾ, അതുകൊണ്ടാവും. അപ്പൊ ബുക്ക് വാങ്ങിച്ചാൽ കഴിഞ്ഞ ദിവസം വാങ്ങിയ ബുക്ക് നമ്മുടെ ഷൗക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു യതിയുടെ ശിഷ്യനുണ്ടല്ലോ, നിത്യചൈതന്യയുടെ ശിഷ്യൻ, ഹൃദയം തൊട്ടെന്നൊരു പുസ്തകം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവിടെ എല്ലാവരും ഇടയ്ക്ക് ഡ്രസ്സും മെറ്റീരിയൽസും ഒക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ അതുപോലെ വേറൊന്ന് സ്കൂളിലെ സ്റ്റാഫിന്റെ ഒരു പാറ്റേൺ വളരെ നന്നായിട്ട് ഓരോ സ്വഭാവങ്ങളും ഓരോ തരത്തിലാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ആണ് ചില സമയത്തെങ്കിലും നമുക്ക് തോന്നും. അപ്പൊ പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിട്ടയർ ആവുമ്പോ സാർ അനുഭവിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ ഒരു 4 മാസം ഹൈസ്കൂളിലും ഈ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പെർമനന്റ് കിട്ടുന്നതിന് മുമ്പ്. അപ്പോ ആ സമയമായപ്പോഴാണ് പെട്ടെന്ന് ഉച്ചയായപ്പോ അറിയാണ് ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയിട്ട് പെർമനന്റ് ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോ എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം വെച്ചാല് നമ്മൾ അത്ര പെട്ടെന്ന് ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയി വരുന്ന അറിയില്ലല്ലോ. ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യല്ലേ. അപ്പോഴേക്കും കുട്ടികളോട് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 8C ക്ലാസ് ടീച്ചർ ആയിരുന്നു. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, എല്ലാ കുട്ടികളും അവിടെ കമന്ന് കിടന്ന് കരയണ ഒരു സീൻ ഉണ്ട്, ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാ കുട്ടികളും കരഞ്ഞുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എനിക്കും കരച്ചിൽ വരിക. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകുമ്പോ അവര് ഓരോരുത്തരുടെ മുന്നില് സൽജ ടീച്ചർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സീൻ. അപ്പോഴാണ് PTA പ്രസിഡന്റ് വരുന്നത്. അപ്പൊ പുള്ളി അത് കണ്ടിട്ട് പിന്നെ ഒരു മീറ്റിംഗിലിടയ്ക്ക് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ടീച്ചറിന് കുട്ടികളെ ഒരു അടുപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഫീൽ റിട്ടയർ ആവണതിന് മുമ്പേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു കഥയോട് ഇത്രയേറെ ഹൃദയം തൊടാൻ കഴിഞ്ഞത് എന്ന് തോന്നുന്നതാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്താ പറയാ അവിചാരിതമായി കിട്ടിയതാണ്, എങ്കിൽ പോലും വളരെ ഇഷ്ടത്തോടെ എനിക്ക് വരാനും പ്രസന്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമായി കരുതുകയാണ്. അതുപോലെ എല്ലാവരോടും ഒന്ന് ആസ്വദിച്ച, എന്നെ മോട്ടിവേറ്റ് ചെയ്ത, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ഓരോ വ്യക്തികളോടും നന്ദി പറയുകയാണ്. താങ്ക് യു സർ. ഇനി അവിചാരിതമായിട്ട് വരരുത്.
കൃത്യമായിട്ട് കഥ റെഡിയാക്കി വെച്ചിട്ട് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. സോ ഓക്കെ, താങ്ക് യു ജോഷ് സാർ ഒരിക്കൽ കൂടി സലിജ മാമിനെ ഇവിടെ കൊണ്ടുവന്നതിന്. ഓക്കെ, എന്തായാലും ഇവിടെ വരാറുണ്ട്, എങ്കിലും കഥ പറയുമെന്ന് നമുക്കറിയില്ലല്ലോ. ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, കഥ പറയുക, പാട്ട് പാടുക, ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. സോ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ് മറ്റൊരു സെഷൻ. താങ്ക് യു സർ.